എന്നാൽ പിന്നെ നമുക്ക് ആലപ്പുഴ സൈഡിലോട്ട് വെച്ച് പിടിച്ചാലോ? അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാനും നിതിനേട്ടനും കൂടിയിട്ട് ഇറങ്ങി തൃശ്ശൂരിൽ നിന്നും കൊല്ലത്തോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തത്. വർക്കലയായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇതൊരു ഡെസ്റ്റിനേഷൻ ഡിസൈഡ് ചെയ്യാത്തൊരു യാത്രയായിരുന്നു അത്, എങ്ങോട്ടെന്നില്ലാത്ത യാത്ര. അങ്ങനെ ഞങ്ങൾ ആദ്യം അങ്കമാലിയിലുള്ള അഡ്ലക്സിൽ നമ്മുടെ പാരഗണിൽ കയറിയിട്ട് നൈസായിട്ട് ഫുഡൊക്കെ അടിച്ച് അതിനുശേഷം വീണ്ടും ഇങ്ങനെ കറങ്ങി നടന്ന് ചേർത്തലയിലുള്ള മീശക്കരൻ ദിലീപേട്ടൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്നും ഭക്ഷണം കഴിച്ചു. അതിൻ്റെ എല്ലാം ഷോർട്സ് വരെ നമ്മൾ ചെയ്തിരുന്നു. അതിനുശേഷം മാരാരിക്കുളം ബീച്ചിൽ വന്നിരുന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കുകയാണ് ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ അവിടെ തന്നെ അവസാനിപ്പിക്കാമെന്ന് കരുതി അങ്ങനെ അവിടെയുള്ള റിസോർട്ടുകളിലോട്ടും ഗസ്റ്റ് ഹൗസ് അങ്ങനെ പല സ്ഥലങ്ങളിലോട്ടും നമ്മൾ വിളിച്ച് ചോദിക്കുകയാണ് റൂമുണ്ടോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ റൂമൊന്നും കിട്ടാനില്ല. കാരണം 6 മണി സമയത്ത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അതും ഒരു സാറ്റർഡേ സൺഡേ ടൈമിൽ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ആനന്ദ് മാരാരി റിസോർട്ട് ലഭിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് ബാർഗെയിൻ ചെയ്തു. പിന്നെ സീസൺ ഓഫ് സീസൺ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. നമുക്കിത് ലഭിച്ചത് അറൗണ്ട് 10,000 റുപ്പീസിനായിരുന്നു. ഇതിൽ ഫുഡൊന്നും ഇൻക്ലൂഡഡ് അല്ല. പിന്നെ ഇതിനടുത്തായിട്ട് നിയർ ബൈ റെസ്റ്റോറൻറ്റ്സ് ഒന്നുമില്ല. ഇത് തികച്ചും ഒറ്റപ്പെട്ടിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ 10-16 റിസോർട്ടുകളോളം ഉണ്ടായിരുന്നതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഓക്കി ചുഴലിക്കാറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഇതിലെ ബാക്കി റിസോർട്ടുകളെല്ലാം നശിക്കുകയാണ് ചെയ്തത്. അതിൽ ബാക്കി ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഈ ഒരു റിസോർട്ട് മാത്രമാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഗസ്റ്റുകൾ അധികം ആരും വന്നു തുടങ്ങിയിട്ടില്ല. ഞങ്ങളാണ് ഇപ്പോൾ അവർ വീണ്ടും റിനോവേറ്റ് ചെയ്ത ശേഷം ഞങ്ങളവിടെ പോയത്. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ ഭക്ഷണം കയ്യിൽ കരുതുക. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈഫൈ സൗകര്യങ്ങളും മറ്റ് ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു കെയർ ടേക്കറിനെയും അവർ നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂപ്പര് നല്ല കമ്പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ നൈറ്റ് ഞാൻ കുറേ കഥകളൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് സമയം നമ്മളവിടുത്തെ കെയർ ടേക്കറായിട്ട് സംസാരിച്ച ശേഷം ആൾ പറഞ്ഞ അറിവ് വെച്ചിട്ട് ഇവിടെ ഒരു ജർമ്മൻ മാതൃകയിലാണ് ഈ റിസോർട്ടുകളെല്ലാം പണിതിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ്. കൂടുതലും വുഡൻ ഡോറുകൾ, വുഡൻ വിൻഡോസ് അല്ലെങ്കിൽ വുഡൻ കർട്ടൻസ് അങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു മരത്തിൻ്റെ ഡോമിനേഷൻ കാണാൻ പറ്റും അവിടെ. നമുക്ക് അവിടെയുള്ള കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ഏരിയയിലും നല്ല ഭംഗിയായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. ഇത് ഞങ്ങൾ പോയ സമയത്ത് മഴയ്ക്ക് മുമ്പും മഴയ്ക്ക് ശേഷവുമുള്ള ആ ഒരു ആംബിയൻസ് നല്ല രസമായിരുന്നു അവിടെ. കാരണം തൊട്ട് മുന്നിൽ തന്നെയാണ് നമുക്ക് ബീച്ച് വരുന്നത്. അപ്പോൾ ബീച്ചിൽ നിന്നുള്ള കാറ്റടിക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു നൈറ്റിലെ ആംബിയൻസും കാര്യങ്ങളും മുന്നിൽ മരങ്ങളെല്ലാം കൂടി ആയപ്പോൾ നല്ല തണുത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് നൈറ്റിലെ വ്യൂ ആണ് റിസോർട്ടിൻ്റെ മുൻവശത്തെ. നമുക്കിതിൽ കാണാൻ സാധിക്കും ആ റിസോർട്ടിൻ്റെ മുന്നിൽ തന്നെയായിട്ട് കുറച്ച് ചാരു കസേരകളും പിന്നെ ഒരു ഊഞ്ഞാലും കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെയും കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ട്. അത് ഡേ ടൈമിലാണ് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളുടെ നേരം പുലർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ മുന്നിലോട്ട് ഇങ്ങനെ ഇറങ്ങി നോക്കി. ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി അറിയാൻ കഴിയുന്നത്. കാരണം ഇവിടെ ഈ ചാരു കസേരയും മറ്റ് നോർമൽ നമുക്കവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം നമ്മുടെ കെയർ ടേക്കർ ഓൾറെഡി നമുക്കവിടെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഈ മുൻവശത്ത് കാണുന്ന കടൽ ഭിത്തി അത് ഇപ്പോഴും അവിടെ പ്രൊട്ടക്ഷൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ആക്ച്വലി ഈ കടൽ ഭിത്തിക്കും ഈ റിസോർട്ടിന് നടുവിലായിട്ട് അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു അത്ര മുമ്പ്. ആ സ്വിമ്മിംഗ് പൂൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ റിസോർട്ട് പണ്ട് ഇങ്ങനെയുള്ളൊരു ഓക്കി ചുഴലിക്കാറ്റ് വന്ന സമയത്ത് രക്ഷപ്പെട്ടു പോയത്. അല്ലെങ്കിൽ ഇതും ഇന്ന് ആ കടലിനടിയിൽ പോവേണ്ടതായിരുന്നു. ചിലർക്കെങ്കിലും തോന്നാം 10,000 രൂപയും കൊടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റും ഇല്ലാത്ത ഈ ഒരു ആംബിയൻസ് ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻസ് നമുക്ക് കിട്ടില്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുമായിരിക്കും. പിന്നെ ഇത് നമ്മൾ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു ട്രൈ ആണ്. ഓക്കെ, ഇതുപോലത്തെ ഒരു ആംബിയൻസ് സ്ഥലം കാര്യങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്യാനും അവിടുത്തെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റിലും കൂടിയിട്ടാണ് നമ്മൾ ഈ റൂം ബുക്ക് ചെയ്യുന്നത്. ആക്ച്വലി നമുക്ക് ആ പറഞ്ഞ പ്രൈസിൽ നിന്ന് അവർ കുറച്ചും കൂടി നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തന്നിരുന്നു. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സീസൺ ഓഫ് സീസൺ അതുപോലെയുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവർ ആ ഡിസ്കൗണ്ട് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. തൊട്ട് മുന്നിലത്തെ നമുക്ക് ഈ ബീച്ചാണ്.
ബീച്ച് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ തന്നെ ഫിഷിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരുപാട് ബോട്ടുകളെ നമുക്ക് കാണാൻ സാധിക്കും. പരമാവധി പറ്റുന്നത്ര ഞാൻ സൂം ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത്രയും സൂം പോകുന്നുള്ളൂ. ഇത് മുൻവശത്തെ ഈ ആംബിയൻസ് ആണ്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ കാം അല്ലെങ്കിൽ കമ്പോസ്ഡ് ആയിട്ടുള്ള നല്ലൊരു എൻവയോൺമെൻറ്റാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ മേ ബി മഴ കൂടി ഉണ്ടായിരുന്നെങ്കിൽ, പകലുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ബോറിംഗ് ആയേനെ. കാരണം ഓൾറെഡി നൈറ്റ് അങ്ങനെ ഒരു നല്ലൊരു മഴ കഴിഞ്ഞപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു നൈറ്റ് ഉണ്ടായിരുന്നത്. കാലത്ത് എണീച്ചപ്പോഴാണ് അതിൻ്റെ ശരിക്കും ഭംഗി മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഇത്രയും പച്ചപ്പ് മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെറിയൊരു ഊഞ്ഞാലും ചാരു കസേരകളും അങ്ങനെ എല്ലാമായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. കൂടുതലും കാക്കകൾ ഒരുപാടുണ്ടായിരുന്നു. പിന്നീടാണ് മേലെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കാക്കക്കൂട് കാണാൻ സാധിച്ചു. കാക്ക പൊതുവെ കൂട് വെക്കാറില്ല എന്നറിയാം. അതിനിപ്പോൾ കൊറ്റിയിടിയോ വേറെ എന്തോ കൂടാന്ന് അറിയില്ല. പക്ഷേ കാക്കയും മറ്റ് പക്ഷികളൊക്കെയാണ് അവിടെ കൂടുതൽ വന്ന് ഇരുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ രാവിലെ എണീറ്റപ്പോൾ കിട്ടിയൊരു കൂട്ടാണ് കുറിഞ്ഞിപ്പൂച്ച. അവിടെ കാക്കകളും ഒരുപാടുണ്ടെങ്കിലും അതിനുശേഷം പിന്നെ കാണാൻ കഴിഞ്ഞത് പൂച്ചകളാണ്. അതിൽ ഈ ഒരു പൂച്ച നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ വന്നിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരു ബീച്ചിൽ ശാന്തമായി ഇരുന്നിട്ട് മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാതെ, ഒരുപാട് ക്രൗഡ് ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളൊരു പ്രൈവസി വേണം, ഒരു ഫാമിലിയായിട്ട് പോകണം, അവിടെ വേറെ ഗസ്റ്റുകളുടെയോ മറ്റു ടൂറിസ്റ്റുകളുടെയോ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ തനിച്ച് ഉള്ള ഒരു ആംബിയൻസ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഒരു റൈറ്റ് ചോയ്സാണിത്. പിന്നെ ഇവിടെ ആൽക്കഹോൾ എല്ലാം അലൗഡാണ്. അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഞങ്ങൾ അവരായിട്ട് കൺഫേം ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ ആർക്കെങ്കിലും അങ്ങോട്ട് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ബോയ്സിനും അങ്ങനെ ഗ്രൂപ്പായിട്ട് പോകണമെന്നുണ്ടെങ്കിലും അതിനും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ആ ബെഡിൽ 3-4 പേർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. മേ ബി എക്സ്ട്രാ ബെഡ് ഇവിടെ റിക്വയർമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പോൾ അതിനൊക്കെ മേ ബി അഡീഷണൽ ചാർജസ് അവർ ഈടാക്കുന്നതായിരിക്കും. പക്ഷെ മൊത്തത്തിൽ അവിടെ ഒരു ഏകാന്തത അല്ലെങ്കിൽ തനിച്ച് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കൊരു ബീച്ച് വ്യൂ അല്ലെങ്കിൽ ബീച്ചിൽ കുളിയെല്ലാം കഴിഞ്ഞിട്ട് തനിച്ച് നമുക്ക് റിസോർട്ടിലേക്ക് പോകണം, അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പെക്റ്റേഷനുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണിത്. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബീച്ചിലിറങ്ങിയിട്ട് നമുക്ക് സാൻഡ് ബാത്ത് എടുത്താലോ എന്ന് വിചാരിച്ചു. ഒന്നുമില്ല, മണലിൽ കുഴിച്ചിട്ടിട്ട് കുറച്ച് നേരം മണ്ണിൻ്റെ ഉള്ളിൽ കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് മേലെ കൂടെ ഒരു ഹെലികോപ്റ്റർ പോയത്. അറിയില്ല, നമ്മുടെ അടുത്ത് തന്നെ പിന്നെ കുറേ നേവലിൻ്റെ ബേസുകൾ ഒരുപാട് വരുന്നുണ്ട്. വിഴിഞ്ഞും അതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ട്. പിന്നെ ഒന്നാമത് ബീച്ചിൻ്റെ ഏരിയ ആണല്ലോ. അങ്ങനെയാണ് എന്നെ ആദ്യം കുഴിയെടുത്ത് അതിൻ്റെ ഉള്ളിലോട്ടാക്കി. ഞാനത് ഒരുപാട് തവണ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഈ മണ്ണിലടിയിൽ ഇങ്ങനെ കിടന്നിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതിന് കുറച്ച് കഴിഞ്ഞ ശേഷം മൂപ്പരെയും പിടിച്ച് മണ്ണിലടിയിലാക്കി. ഈ കടലിലെ മണലിനടിയിൽ കിടക്കുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് ഫീലാണ്. പിന്നെ കുറച്ച് വെയിലും കൊണ്ടിട്ട് നല്ല രസമുള്ള പരിപാടിയാണ്. ഈ സായിപ്പന്മാർ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു രസമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതിനുശേഷം ഞങ്ങൾ ഫ്രഷായി അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് നമ്മൾ അവിടുത്തെ അനീഷേട്ടനെ ആലോചിച്ചത്. നമ്മുടെ നാട്ടുകാർ അനീഷേട്ടൻ ഇവിടെ ആലപ്പുഴ വന്നിരിക്കുന്നുണ്ടല്ലോ എന്ന് കരുതി അവിടെ പോയി അവരുടെ വീട്ടിൽ നിന്നും അവർ ശല്യം ചെയ്ത് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച്. ആ ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ കുട്ടനാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എങ്ങോട്ടൊന്നുമില്ലാതെ ഇറങ്ങിയതാണ്. ഇടവഴിയിൽ വെച്ച് നെടുമുടി കൈനഗിരി എന്നൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് തിരിക്കും ഇങ്ങോട്ട് തിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങോട്ടൊക്കെ തിരിച്ചു വന്നു. അതിനിടയിൽ ചെറിയ മഴയും കിട്ടി. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഒരു ഭംഗിയുള്ള സൺസെറ്റ് കാണാൻ പറ്റി. കുട്ടനാടിൻ്റെ നെൽക്കതിരുകൾ മഴയ്ക്ക് ശേഷം സൂര്യ അസ്തമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് വീണ്ടും നമ്മൾ പാരഗണിൽ കയറി ഫുഡ് അടിച്ചു. അതിനും വീഡിയോ നമ്മൾ വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ യാത്ര അവസാനിക്കുന്നു. ബൈ ബൈ.